അസ്സലാമലൈക്കും നമസ്കാരം. ഞാൻ മജീദാണ്. എന്തൊക്കെയാണ് വർത്താനം? നോമ്പ് നോറ്റിട്ട് എല്ലാവർക്കും ക്ഷീണമുണ്ടോ? ക്ഷീണം ഉണ്ടാവും, കാരണം ഭയങ്കര ചൂടാണ്. അപ്പോൾ ഞാൻ ഈ ക്യാമറ എന്നുവെച്ചാൽ ഓണാക്കണ മുന്നേ എന്തൊക്കെ പറയണമെന്ന് വെച്ചാൽ മനസ്സിലുണ്ടാവും. പക്ഷേ ക്യാമറ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ മറക്കുകയാണ്. അപ്പോൾ ഞാനൊരു 2-3 കാര്യം പറയാനാണ് വീഡിയോസിൽ വന്നിരിക്കുന്നത്. ഒന്ന് വെച്ചാൽ എല്ലാ രക്ഷിതാക്കളും അറിയാൻ വേണ്ടിയാണ്. കാരണം നമ്മളെ കുട്ടികളെ സ്കൂൾക്കും മദ്രസക്കൊക്കെ പറഞ്ഞയക്കുമ്പോൾ എന്ന് വെച്ചാൽ ഞാനിതൊരു വീഡിയോസിന് വേണ്ടി കാണ്ടല്ല നിങ്ങളോട് പറയുന്നത്. കാരണം നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം. കാരണം എനിക്കൊണ്ടൊരു 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയുണ്ട്. അപ്പോൾ ഞാൻ അടക്കമുള്ള രക്ഷിതാക്കൾ കേൾക്കാൻ വേണ്ടിയാണ്. നമ്മളെ കുട്ടികളെ സ്കൂൾക്കും മദ്രസക്കും പറഞ്ഞയക്കുമ്പോൾ, സ്കൂൾക്ക് പോകുമ്പോഴും സ്കൂൾ വിട്ട് പോരുമ്പോഴും അവരുടെ ബാഗ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സ്കൂളിലും മദ്രസയിലും പറഞ്ഞാൽ മദ്രസത്തെ ഉസ്താദന്മാരെയും കുട്ടികൾക്ക് പേടില്ല, അതേമാതിരി സ്കൂളത്തെ ടീച്ചർമാരും മാഷന്മാരും പേടില്ല. കാരണം കുട്ടികളെ തൊടാൻ പറ്റൂല എന്നാണ് നമ്മളെ നിയമം. അതുകൊണ്ട് മാഷന്മാർക്കും ടീച്ചർമാർക്കും ഉസ്താദന്മാർക്കും കുട്ടികളെ തല്ലാൻ പേടിയാണ്. വികൃതി കാട്ടുന്ന കുട്ടികൾ തല്ലാൻ പേടിയാണ്. കാരണം എൻ്റെ നാട്ടിലത്തെ ഒരു സ്കൂൾ വിട്ടിട്ട് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലെയും കുട്ടികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂർന്നുണ്ട്. എന്നിട്ട് ആ സ്കൂളത്തെ മാഷ് അത് കണ്ടുകാണ്ട് ഒരു ഭാഗത്തു കൂടി പോയി. കാരണം ആ മാഷിനെ അതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഈ ആ കുട്ടികളെ രക്ഷിതാക്കൾ ചിലപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കും. എന്നുവെച്ചാൽ കുട്ടികളെ മാഷ് തച്ചു പറഞ്ഞാണ്ട്. അപ്പോൾ അങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ മാഷ ജോലി പോകും. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവം. കാരണം ഞാനൊക്കെ പഠിച്ച അന്ന് പറഞ്ഞാൽ മാഷന്മാരും ടീച്ചർമാരും ഉസ്താദന്മാരും പേടിയെന്നു, ഒരു ബഹുമാന പേടിയെന്നു. എന്നുവെച്ചാൽ വികൃതി കാട്ടിയാൽ ചന്തിക്കും അടിയിട്ടും കൈമയും അടിയിട്ടും. അപ്പോൾ അതേമാതിരി തല്ലാനുള്ള ഒരു അനുവാദം നമ്മുടെ കോടതിയും കൊടുക്കണം, നമ്മുടെ സർക്കാരും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. ഇനി രണ്ടാമത് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്, കാരണം ഇപ്പോൾ വേനൽക്കാലമാണ്. കാരണം ഭയങ്കര ചൂടാണ്. കിണറ്റത്തൊക്കെ വെള്ളം വറ്റിക്കാണ്ട് നമുക്ക് കുളിക്കാനും കുടിക്കാനും വെള്ളമില്ലാത്ത ടൈമാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തൂര് പഞ്ചായത്തിലാണ്. എന്ന് വെച്ചാൽ തൂരിൻ്റെ മാമ്പുഴൻ്റെയും ഇടയിൽ ചോലുണ്ട്. എന്ന് വെച്ചാൽ റോഡ് സൈഡാണ്. ആ ചോലയിലത്തെ വെള്ളം പറഞ്ഞാൽ ഒരു പൈപ്പ് കൂടി വന്നുകൊണ്ടാണ് ഈ റോഡ് സൈഡിലേക്ക് വെള്ളം ചാടുന്നത്. അത് ആ മലൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരു പാറക്കുയിന്നാണ് ആ വെള്ളം വരുന്നത്. പാറക്കുയി പറഞ്ഞാൽ ചെറിയ കുയ്യാണ്. പക്ഷേ എത്രയും കൊല്ലമായിട്ട് വെച്ചാൽ എനിക്ക് 45 വയസ്സായി. എൻ്റെ ഓർമ്മ വെച്ച മുതൽ അന്ന് തൊട്ടുകാണ്ട് ആ വെള്ളം ഇപ്പോൾ നിൽക്കാതെ ചാടുന്നുണ്ട്. കാരണം നല്ല തണുത്ത വെള്ളമാണ്. ആ വെള്ളം കുടിക്കും ചെയ്യാം, കുളിക്കും ചെയ്യാം. നമുക്ക് ആ വെള്ളം നമുക്ക് വീട്ടിൽ വെള്ളമൊന്നുമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു ഗുഡ്സ് വിളിച്ചുകാണ്ട് അതിലൊരു 1750 ടാങ്ക് വെച്ചുകാണ്ട് അതിലേക്ക് കൊണ്ടുപോകും ചെയ്യാം. കൊണ്ടുപോകാനും സുഖമാണ്. വെച്ചാൽ മേലെ നിന്നാണ് ചാടുന്നത്. അവിടെ ഒരു ഓസ് വെച്ചാൽ നേരെ ടാങ്ക് വെച്ചാൽ മതി. അപ്പോൾ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അവിടെ പോയിങ്ങാണ്ട് വെള്ളം പോയി കൊടുത്താൽ മതി. ഇനി കുളിക്കണമെങ്കിൽ അവിടെ പോയി കുളിക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ പണിയേറിയിട്ട് ഇന്നലെ ഭയങ്കര ക്ഷീണമായിരുന്നു. വെച്ചാൽ വീട്ടിലെത്തിയിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കുറച്ച് നേരം കടന്നിട്ട് പിന്നെ ഞാനും എൻ്റെ സോനുമോനും പാടെ ഞാൻ ഇന്നലെ അവിടെ ആ വെള്ളം ചാടുന്ന ആ ചോലൻ്റെ അവിടെ പോയാണ് കുളിച്ചത്. കാരണം ആ വെള്ളത്തിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ ശരീരമൊക്കെ ഭയങ്കര എന്നുവെച്ചാൽ അത്രയും വെയിൽ ആ കൊണ്ട ക്ഷീണമുണ്ടല്ലോ, ആ ക്ഷീണമൊക്കെ മാറി. അത്രയും ടോപ്പ് തണുപ്പിലെ വെള്ളമാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ വീണ്ടും പറയുന്നത്, നിങ്ങളെ കുട്ടികളെ ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നാളെ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലത്തെ കാലാകാലം വറ്റാത്ത വെള്ളച്ചാട്ടം. കാരണം ഇതുവരെ വറ്റിയിട്ടില്ല കേട്ടോ. ഇനി നാളത്തെ നാട്ടെ എങ്ങനെ പറയാൻ പറ്റില്ല. വെച്ചാൽ ഒരു 35 കൊല്ലത്തെ പരിചയം എനിക്കുണ്ട്. അപ്പോൾ അതുവരെ ഈ വെള്ളം വറ്റിയിട്ടില്ല. അപ്പോൾ ഈ വെള്ളത്തിന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. അതാണ് ഈ വെള്ളത്തിൻ്റെ പ്രത്യേകത. കാരണം പാറക്കുയിന്ന് ആ മലൻ്റെ ടോപ്പിൽ നിന്ന് ചെറിയ കുയിന്നാണ് ഈ വെള്ളം വന്നാണ് ഇവിടെ ചാടുന്നത്. അപ്പോൾ അത് എൻ്റെ സോൻമോനാണ്. ഞാൻ എങ്ങോട്ട് പോകാൻ വെച്ചാലും ഞാൻ എൻ്റെ മോനെ കുട്ടിയാണ് എങ്ങോട്ടും പോക്ക്.
ഇത് ഞാൻ പിന്നെ എൻ്റെ തുണി കൊണ്ട് ശരീരം മറച്ചുകൊണ്ടാണ് ഞാൻ തിരുമ്പുന്നത്. കാരണം ഇതിൽ ലേഡീസ് എന്നുവെച്ചാൽ പെണ്ണുങ്ങളൊക്കെ വീഡിയോസ് കാണും. അപ്പോൾ നമ്മളെ ശരീരം അന്യ പെണ്ണുങ്ങൾ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ തുണി മറച്ചുകൊണ്ട് ഞാൻ തിരുമ്പാൻ കാരണം. അപ്പോൾ എങ്ങനെയുണ്ട് വെള്ളച്ചാട്ടം? ഉസാറല്ലേ? അപ്പോൾ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. കാരണം എനിക്ക് മല്ലിപ്പൊടി മുളക് പൊടി അതിൻ്റെ കച്ചവടമുണ്ട്. അപ്പോൾ ഈ പിന്നെ നോമ്പ് വരെ ഞാൻ ഈ ആൾക്കാർ ഓർഡർ ചെയ്താൽ പൊടിച്ചുകാണ്ട് നല്ല പിന്നെ വറുത്തുകാണ്ട് നല്ല കേക്ക് വറുത്തുകാണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ കച്ചവടം ചെയ്തിരുന്നു. അപ്പോൾ ഇനി ഞാനതിപ്പോൾ നോമ്പല്ല, ഈ നോമ്പിന് പിന്നെ ഞങ്ങളെ ഈ പിന്നെ പടവിൻ്റെ തേപ്പിൻ്റെ പണിയും അതേമാതിരി മല്ലിപ്പൊടിയും പാടെ നോമ്പിന് കഴിയൂല. അപ്പോൾ ഇനി നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ടാണ് ഇനി ഞാനത് മല്ലിപ്പൊടി മുളക് പൊടി കച്ചവടം ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. അപ്പോൾ ആവശ്യക്കാർ അപ്പോൾ വിളിച്ചാൽ മതി. ഓക്കെ. പിന്നെ ഞാൻ പിന്നെ ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഓർമ്മല്ലേ, നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ നമുക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ നോമ്പിന് ഈ പിന്നെ ദമാസയിൽ പോലും നമ്മൾ ചിലപ്പോൾ ദമാസയിൽ ഒരാളെ കുറ്റം പറയും. പക്ഷേ അങ്ങനെ കുറ്റം പറഞ്ഞാലും നമ്മുടെ നോമ്പ് ശരിയാകില്ല. പിന്നെ നമ്മുടെ അയൽവാസികൾ എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ നോമ്പ് പറഞ്ഞാൽ പിന്നെ പടച്ചോന് നിർബന്ധമാക്കിക്കണ് എന്ന് വെച്ചാൽ അന്യ ആൾക്കാർ പട്ടിണി അവരുടെ പട്ടിണി നമുക്ക് അറിയാൻ വേണ്ടിയും പിന്നേന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം പിന്നെ ക്ലിയർ ആക്കാനും അതിനാണ് പടച്ചോന് നോമ്പ് എന്ന് വെച്ചാൽ നിർബന്ധമാക്കിക്കണ്. കാരണം നിർബന്ധമാക്കി കഴിഞ്ഞാലുള്ളൂ മനുഷ്യന്മാർ പിന്നെ അത് എടുക്കുക. കാരണം മനുഷ്യന്മാർ പറഞ്ഞാൽ പൊതുവേ മടിയന്മാരാണ്. അതുകൊണ്ടാണ് പടച്ചോൻ അത് നിർബന്ധമാക്കാൻ കാരണം. ഓക്കെ. അപ്പോൾ ആരെങ്കിലും പിന്നെ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അവരെ നമ്മൾ കണ്ടെത്തിക്കാണ്ട്, അതിനിപ്പോൾ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനോ ആരായാലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടെത്തിയാണ്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന മാതിരി അവരെ സഹായിക്കുക. ഓക്കെ. കാരണം ഞങ്ങളെ ഈ ഫീൽഡിൽ പറഞ്ഞാൽ ഇപ്പോൾ ഈ തേപ്പിൻ്റെ ഫീൽഡിൽ പറഞ്ഞാൽ ബംഗാളികൾ ചെറിയ റേറ്റിന് എടുത്തിട്ട് അവർക്കാണ് കൂടുതൽ പണി കിട്ടുന്നത്. അവർ പണി എടുക്കേണ്ടെന്നല്ല, അവർക്കും പണി വേണം, നമ്മൾ മലയാളീസിനും വേണം. പക്ഷേ മലയാളീസിന് പണിയില്ലാതെ നെട്ടോട്ടം ഓടുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സഹായം കൊടുത്തുകൊണ്ടോ. ഓക്കെ.